നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. പൊതുമേഖലാ സംരക്ഷണത്തിന്റെ ഭാഗമായി AITUC ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ BSNL ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള വിഷൻ ന്യൂസ് ചാനലിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ അവാർഡ് നൈറ്റുമായി ബന്ധപ്പെട്ട സ്വാഗത സംഘ രൂപീകരണ യോഗം ആലപ്പുഴയിൽ നടന്നു. ഓൺലൈൻ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കെതിരെ ശില്പശാല സംഘടിപ്പിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ആലപ്പുഴ ജില്ലാ പോലീസുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഈ വർഷത്തെ നെഹ്റു ട്രോഫി ജലോത്സവം ഓഗസ്റ്റ് 30 നടത്താൻ ആലപ്പുഴ കളക്ടറേറ്റിൽ ചേർന്ന NTBR സൊസൈറ്റി എക്സിക്യൂട്ടീവ് യോഗത്തിൽ തീരുമാനം. വാർത്തകൾ വിശദമായി. പൊതുമേഖലാ സംരക്ഷണത്തിന്റെ ഭാഗമായി AITUC ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ BSNL ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നടത്തി. പൊതുമേഖലാ സംരക്ഷണത്തിന്റെ ഭാഗമായി AITUC ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പിച്ചുവയർ ജംഗ്ഷന് സമീപം BSNL ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം ചെയ്തു. 26,000-ഓളം ഏക്കർ സ്ഥലം, ഒരു പ്രദേശം മുഴുവൻ കിലോമീറ്ററോളം നീണ്ടുകിടക്കുന്ന ആ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്ത സ്റ്റീൽ സിറ്റി, അത് വിശാഖപട്ടണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. അവിടെ പല സന്ദർഭത്തിൽ നമ്മൾ AITUC മീറ്റിംഗിന് പോയിട്ടുള്ള സഖാക്കൾക്ക് അതറിയാം. ആയിരക്കണക്കിന് തൊഴിലാളികൾ അവിടെ പണിയെടുക്കുകയാണ്. സ്ഥിരം തൊഴിലാളികൾ, കരാറടിസ്ഥാനത്തിൽ തൊഴിലെടുക്കുന്നവർ, മറ്റ് പല അനുബന്ധ തൊഴിലുകളുമായി ഏതാണ്ട് 10,000-കണക്കിന് മൂല തൊഴിലാളികൾ പണിയെടുക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റാണ്. അത് രാജ്യത്തിന്റെ ഏറ്റവും വലിയ പൊതുസമ്പത്താണ്. ആ സ്റ്റീൽ പ്ലാന്റാണ് BJPയുടെ ഗവൺമെന്റ്, ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ പൊതുമേഖല വിറ്റഴിക്കണം, സ്വകാര്യവൽക്കരിക്കണം എന്ന ആ ഗവൺമെന്റിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ നടപടികൾ എടുത്തു വരുന്നത്. ഞാൻ ഒരുപാട് ഇവിടെ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. നമ്മുടെ ദേശീയ സെക്രട്ടറി പ്രസാദ് ഇവിടെ സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കും. പ്രത്യേകിച്ച് ജനറൽ കൌൺസിലിൽ ഇപ്പോൾ നടന്ന ചർച്ചയുടെ അടിസ്ഥാനം 26,000 ഏക്കർ എന്ന് പറയുമ്പോൾ ആ സമ്പത്ത് അറിയാം. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 4 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം കോടിയുടെ സമ്പത്ത് ഉണ്ട് അവിടെ. ഇതെല്ലാം കൂട്ടി വന്നാൽ ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000-കണക്കിന് തൊഴിലാളികൾ പണിയെടുത്തു. ആദ്യം അവരേതൊരു 1,500, 1,750-ഓളം സ്ഥിരം തൊഴിലാളികളെ പിരിച്ചുവിട്ടു. രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുകയോ സ്വകാര്യവൽക്കരിക്കുകയോ ചെയ്യുക എന്നതാണ് കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. AITUC സംസ്ഥാന ഉപാധ്യക്ഷൻ വിജയൻ കനിശ്ശേരി ധർണയിൽ അധ്യക്ഷനായി. ദേശീയ സെക്രട്ടറി R പ്രസാദ്, സംസ്ഥാന ഭാരവാഹികളായ CP മുരളി, PV സത്യനേശൻ, A ശോഭ, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് V മോഹൻദാസ്, AM ഷിറാസ് എന്നിവർ സംസാരിച്ചു. AITUC ആലപ്പുഴ ജില്ലാ സെക്രട്ടറി DP മധു സ്വാഗതവും മണ്ഡലം സെക്രട്ടറി R അനിൽകുമാർ നന്ദിയും പറഞ്ഞു. കേരള വിഷൻ ന്യൂസ് ചാനലിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ അവാർഡ് നൈറ്റുമായി ബന്ധപ്പെട്ട സ്വാഗത സംഘ രൂപീകരണ യോഗം ആലപ്പുഴയിൽ നടത്തി. കേരള വിഷൻ ന്യൂസ് ചാനലിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ അവാർഡ് നൈറ്റുമായി ബന്ധപ്പെട്ട സ്വാഗത സംഘ രൂപീകരണ യോഗം ആലപ്പുഴയിൽ നടന്നു. ജില്ലയിലെ മികച്ച കുടുംബശ്രീ യൂണിറ്റുകളെ കണ്ടെത്തി അവർക്ക് പുരസ്കാരം നൽകുവാനായിട്ടാണ് കേരള വിഷൻ ന്യൂസ് ചാനലിന്റെ ആഭിമുഖ്യത്തിൽ ഓരോ ജില്ലയിലും കുടുംബശ്രീ അവാർഡ് നൈറ്റും മെഗാ ഷോയും സംഘടിപ്പിക്കുന്നത്. ചാനൽ മേഖലയിലെ പ്രമുഖരും ചലച്ചിത്ര സീരിയൽ താരങ്ങളടക്കം അവാർഡ് നൈറ്റിലും തുടർന്ന് നടക്കുന്ന മെഗാ ഷോയിലും സംബന്ധിക്കും. ഓഗസ്റ്റ് അവസാനത്തോടെ നടത്തുന്ന പരിപാടിയിൽ വെച്ച് ജില്ലയിലെ മികച്ച 10 കുടുംബശ്രീ യൂണിറ്റുകൾക്കാണ് കേരള വിഷൻ ന്യൂസ് ചാനൽ പുരസ്കാരം സമ്മാനിക്കുന്നത്. ആലപ്പുഴയിൽ സംഘടിപ്പിച്ച സ്വാഗത സംഘ രൂപീകരണ യോഗം കേരള വിഷൻ ന്യൂസ് ചാനൽ ചെയർമാൻ PS സിബി ഉദ്ഘാടനം ചെയ്തു. രീതിയിലേക്കാണ് വന്നത്. നമ്മൾ ആ അവാർഡ് നിശ്ചയങ്ങൾ വീക്ഷിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. അത് കേരളത്തിൽ നടക്കുന്ന ഏതാണ്ട് ഒരു വലിയ ഈവന്റുകൾ പോലുള്ള ഒരു പരിപാടിയാണ് നമ്മൾ ആസൂത്രണം ചെയ്തത്. ആ വേദിയിലേക്കാണ് മന്ത്രിമാരുടെ കയ്യിൽ നിന്നും സിനിമ താരങ്ങളുടെ കയ്യിൽ നിന്നും നമ്മളുടെ തൊട്ട് അരികിലുള്ള കുടുംബശ്രീ അംഗങ്ങൾ വന്ന അവാർഡ് മേടിക്കുന്നത്. 10 പേരുള്ള ഒരു യൂണിറ്റെങ്കിൽ 20 പേരാണ് ഒരു യൂണിറ്റിലെങ്കിലും ആ മുഴുവൻ പേർക്ക് നമ്മൾ മെഡലും അവാർഡും കൊടുക്കുന്ന രീതിയാണ് നമ്മൾ അവലംബിച്ചിരിക്കുന്നത്. സർട്ടിഫിക്കറ്റ് മുഴുവൻ പേർക്കും കൊടുക്കുന്നുണ്ട്. പിന്നെ
ട്രോഫി എല്ലാവർക്കുമായി കൊടുക്കുന്നുണ്ട്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപ്പറമ്പൻ യോഗത്തിൽ അധ്യക്ഷനായി. COA ആലപ്പുഴ ജില്ലാ സെക്രട്ടറി S. ഷിബു, മേഖലാ പ്രസിഡന്റ് CA ലെവൻ, മേഖലാ സെക്രട്ടറി ഫിറോസ് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. COA ആലപ്പുഴ ജില്ലാ ഉപാധ്യക്ഷൻ ജോജി ജോസഫ് യോഗത്തിന് സ്വാഗതവും സംസ്ഥാന കമ്മിറ്റി അംഗം സുമേഷ് പുല്ലങ്ങാടി നന്ദിയും പറഞ്ഞു. ഓൺലൈൻ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കെതിരെ ശില്പശാല സംഘടിപ്പിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ആലപ്പുഴ ജില്ലാ പോലീസുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. കയർക്രാഫ്റ്റ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഓൺലൈൻ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കെതിരെ ശില്പശാല നടത്തി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ആലപ്പുഴ ജില്ലാ പോലീസുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആലപ്പുഴ കയർക്രാഫ്റ്റ് ഹാളിൽ സംഘടിപ്പിച്ച ശില്പശാല ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. There is a good knowledge among the public about this offence, and I think that there is around 30-40% there is the reporting of cases has been brought down. Of course, the most striking thing is that the volume of that amount. Actually, we used to have around 2 crores and 3 crores and 1 crore like that cheating. It has now diminished to around 1 lakh or 1.5 lakhs and like that. By providing this type of classes for these officers and also by bringing them these sort of things in the knowledge of the common people, of course we will be able to fight this menace also. I have taken the charge of this district only just 1 year back, and within this 1 year we have after only 2 major menaces. One is drugs and one is online trading. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചീഫ് ജനറൽ മാനേജർ മുഖ്യപ്രഭാഷണം നടത്തിയ ചടങ്ങിൽ DYSP സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലയിലെ സീനിയർ പോലീസ് ഓഫീസേഴ്സ് ശില്പശാലയിൽ സംബന്ധിച്ചു. ഈ വർഷത്തെ നെഹ്റു ട്രോഫി ജലോത്സവം ഓഗസ്റ്റ് 30 നടത്താൻ ആലപ്പുഴ കളക്ടറേറ്റിൽ ചേർന്ന NTBR സൊസൈറ്റി എക്സിക്യൂട്ടീവ് യോഗത്തിൽ തീരുമാനം. ഈ വർഷത്തെ നെഹ്റു ട്രോഫി ജലോത്സവം ഓഗസ്റ്റ് 30 നടത്താൻ ആലപ്പുഴ കളക്ടറേറ്റിൽ ചേർന്ന NTBR സൊസൈറ്റി എക്സിക്യൂട്ടീവ് യോഗത്തിൽ തീരുമാനമായി. ക്ലബ്ബുകളുടെയും വള്ളമുടമകളുടെയും ടൂറിസം മേഖലയിലെ പ്രതിനിധികളുടെയും നിർദ്ദേശങ്ങൾ പരിഗണിച്ചാണ് സർക്കാർ 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവം ഓഗസ്റ്റ് 30 നടത്താൻ തീരുമാനമെടുത്തത്. NTBR സൊസൈറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിൽ കൂടിയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ PP ചിത്തരഞ്ജൻ MLA നേരിട്ടും കുട്ടനാട് MLA തോമസ് K. തോമസ് ഓൺലൈനായും മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളും സംബന്ധിച്ചു. മദ്യപാനം പാപമാണെന്ന് സർവ്വമതങ്ങളും പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അതിനെ അനുകൂലിക്കാൻ ആർക്കുമാകില്ല എന്ന് കേരള മദ്യവിരുദ്ധ ജനകീയ മുന്നണി സംസ്ഥാന ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ ജോഷുവ മാർ ഇഗ്നോത്തിയോസ് അഭിപ്രായപ്പെട്ടു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ നടക്കുന്ന മദ്യവിരുദ്ധ സത്യാഗ്രഹത്തിന്റെ 300ാം ദിവസത്തെ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മദ്യപാനം പാപമാണെന്ന് സർവ്വമതങ്ങൾ പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അതിനെ അനുകൂലിക്കാൻ ആർക്കുമാകില്ല എന്ന് കേരള മദ്യവിരുദ്ധ ജനകീയ മുന്നണി സംസ്ഥാന ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ ജോഷുവ മാർ ഇഗ്നോത്തിയോസ് അഭിപ്രായപ്പെട്ടു. കള്ളും വേണ്ട കഞ്ചാവും വേണ്ട ജീവിതമാണ് മക്കളെ ലഹരി എന്ന സന്ദേശവുമായി ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ സംഘടിപ്പിച്ചു വരുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സംഗമത്തിന്റെ 300ാം ദിവസത്തോടനുബന്ധിച്ച് നടത്തിയ പ്രതിഷേധ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അത് ബ്രഹ്മഹത്യയ്ക്ക് തുല്യമാണ് മദ്യപാനമെന്ന് മഹാഭാരതം നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ, സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഈശ്വരനെതിരെയുള്ള ഒരു പ്രവർത്തനമാണെന്ന് മഹാഭാരതം നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ ഹൈന്ദവരായ ആളുകൾക്ക് ഇതിനോട് സഹകരിക്കാനാവില്ല. ഈ മദ്യത്തോടും അതുപോലെയുള്ള ലഹരികളോടുമൊന്നും സഹകരിക്കാനാവില്ല. മദ്യം അറമാണ്, നിഷിദ്ധമാണ് എന്ന് ഖുർആൻ അനുശാസിക്കുമ്പോൾ ഒരു മുസ്ലിം സഹോദരനും ഇതിനോട് സഹകരിക്കാനാവില്ല. മദ്യപാനി ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല എന്ന് ബൈബിൾ പറയുമ്പോൾ എല്ലാവരും രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചതെന്നും സ്വന്തം ജീവൻ കൊടുത്തുകൊണ്ട് നമ്മെ വീണ്ടെടുക്കുവാൻ സമരസമിതി ചെയർമാൻ BR കൈമൾ പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോയി പുത്തൻ വീട്ടിൽ, ഡോക്ടർ രവീന്ദ്രൻ കോഴിക്കോട്, ഫാദർ സേവ്യർ കുടിയാംശ്ശേരി, അഡ്വക്കേറ്റ് സുജാത വർമ്മ മലപ്പുറം, പ്രൊഫസർ OJ ചിന്നമ്മ കോഴിക്കോട്, ഈഴാച്ചേരി പത്മിനി, ലതാ കൈമൾ കരുമാടി, ഹാജറ ബീവി, മേഴ്സി ജോയ്, HU വൈസ്, ME ഉത്തമക്കുറുപ്പ്, രാജു പള്ളിപ്പറമ്പിൽ, ഷിബു സോമനാഥ്, AV ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു.
സമരസമിതി ഉപാധ്യക്ഷൻ ജി രാധാകൃഷ്ണൻ യോഗത്തിന് സ്വാഗതവും സമരസമിതി കൺവീനർ ഉമ്മൻ ജെ മേടാരം നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊതുമേഖലാ സംരക്ഷണത്തിന്റെ ഭാഗമായി AITUC ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ BSNL ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള വിഷൻ ന്യൂസ് ചാനലിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ അവാർഡ് നൈറ്റുമായി ബന്ധപ്പെട്ട സ്വാഗത സംഘ രൂപീകരണ യോഗം ആലപ്പുഴയിൽ നടന്നു. ഓൺലൈൻ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കെതിരെ ശില്പശാല സംഘടിപ്പിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ആലപ്പുഴ ജില്ലാ പോലീസുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഈ വർഷത്തെ നെഹ്റു ട്രോഫി ജലോത്സവം ഓഗസ്റ്റ് 30 നടത്താൻ ആലപ്പുഴ കളക്ടറേറ്റിൽ ചേർന്ന NDBR സൊസൈറ്റി എക്സിക്യൂട്ടീവ് യോഗത്തിൽ തീരുമാനം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.